ദുരന്തത്തിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ടി.വി.കെ. ജില്ലാ സെക്രട്ടറി മതിയഴകനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ദുരന്തമുഖം സന്ദർശിക്കാൻ ഒരുങ്ങിയ NTS സംഘം ഹേമമാലിനിയുടെ നേതൃത്വത്തിലുള്ള MP-മാർ കരൂർ സന്ദർശിക്കും. സ്ഥിതിഗതികൾ വിലയിരുത്തിയ റിപ്പോർട്ട് നൽകും. KC വേണുഗോപാലും കരൂരിലേക്ക് എത്തും. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, കരൂരിലുണ്ടായ ദുരന്തത്തിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇന്നലെ അന്വേഷണ റിപ്പോർട്ട് അടക്കം പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി ആരിലേക്കൊക്കെ ആയിരിക്കാം അന്വേഷണം വ്യാപിപ്പിക്കുക? കൂടുതൽ അറസ്റ്റിലേക്ക് തന്നെ ഇന്ന് അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും കാർത്തു, എന്തായാലും ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം ടി.വി.കെ. നേതാവായിട്ടുള്ള മതിയഴകനെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് കടന്നിരുന്നു. ഇന്ന് മതിയഴകനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ ബുസി ആനന്ദ്, നിർമ്മൽ എന്നിവരെ കൂടി ടി.വി.കെ. നേതാക്കളായിട്ടുള്ള ബുസി ആനന്ദ്, നിർമ്മൽ എന്നിവരെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇവർക്കെതിരെ കേസ് എടുത്തതിന് ശേഷം ഇരുവരും ഒളിവിൽ പോയതാണ്. ഇവരെ കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന ഒരു കാര്യം. അവരെ കൂടി ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും, അല്ലെങ്കിൽ അവരെ കൂടി അറസ്റ്റ് ചെയ്തേക്കും എന്നാണ് ഇന്നിപ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം തന്നെ തമിഴ്നാട്ടിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വിജയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അടക്കം JP നദ്ദ 8-അംഗ സംഘത്തെ നിയോഗിക്കുന്ന ഒരു നിലയിലേക്ക് അടക്കം തന്നെ പോയിരുന്നു. ഹേമമാലിനിയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘത്തെയായിരുന്നു നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്, NDA സംഘത്തെയായിരുന്നു നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അവരിന്ന് കരൂർ സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ ഈ ജുഡീഷ്യൽ അന്വേഷണം, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജുഡീഷ്യൽ അന്വേഷണം കഴിഞ്ഞ ദിവസം ഇവർ തെളിവുകളടക്കം ശേഖരിക്കുന്ന ഒരു നിലയിലേക്ക് അടക്കം പോയിരുന്നു. ഇന്നും ഈ കരൂർ ഈ ദുരന്തമുഖം സന്ദർശിച്ച് തെളിവുകളടക്കം തന്നെ ശേഖരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഭാഗത്ത് അന്വേഷണ സംഘം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണമാണെങ്കിലും പ്രത്യേക സംഘമാണെങ്കിലും ഇന്നിപ്പോൾ JP നദ്ദ രൂപീകരിച്ച 8-അംഗ സംഘമാണെങ്കിലും ഈ ദുരന്തമുഖം സന്ദർശിച്ച് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത തേടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ടി.വി.കെ. സെന്തിൽ ബാലാജിക്കെതിരെ തുറന്നടിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതായത് ഈ പ്രധാനമായും ഈ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലടക്കം തന്നെ സെന്തിൽ ബാലാജിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ടി.വി.കെ. വന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും സെന്തിൽ ബാലാജിയാണ് ഈ ദുരന്തത്തിന് എന്നടക്കമുള്ള കാരണങ്ങളായിരുന്നു പ്രധാനമായും ടി.വി.കെ. ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ടി.വി.കെയുടെ പ്രാദേശിക നേതാവ് ജീവനൊടുക്കി എന്നൊരു തരത്തിലുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പടക്കം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് സെന്തിൽ ബാലാജിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് സെന്തിൽ ബാലാജിയാണ് ഈ ഒരു ദുരന്തത്തിന് കാരണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ DMK ടി.വി.കെ. രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ പ്രധാനമായും DMK ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ടി.വി.കെ. ആണ്, അല്ലെങ്കിൽ വിജയ് ആണ് ഇത്തരത്തിലൊരു ദുരന്തം വരുത്തി വെച്ചതെന്നാണ് ഇപ്പോൾ DMK വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് KC വേണുഗോപാൽ അടക്കം കരൂർ സന്ദർശിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന നിലയിലേക്ക് അടക്കം പോയിരുന്നു. വിജയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന നിലയിലേക്ക് അടക്കം പോയിരുന്നു. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി കരൂർ സന്ദർശിക്കുന്നുണ്ട്. ഈ കരൂർ സന്ദർശിക്കുമ്പോൾ എന്താണ് KC വേണുഗോപാൽ കരൂർ സന്ദർശിക്കുന്നുണ്ട്. ഈ KC വേണുഗോപാൽ ഈ കരൂർ സന്ദർശിക്കുമ്പോൾ എന്താണ് പറയുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കോൺഗ്രസ് പിന്തുണയ്ക്കുകയാണോ, അല്ലെങ്കിൽ തിരിച്ചടിക്കുകയാണോ എന്നുള്ള കാര്യം അടക്കം അറിയണമെങ്കിൽ ഇന്ന് KC വേണുഗോപാൽ ഈ കരൂർ സന്ദർശിച്ച ശേഷമായിരിക്കും അതിൻ്റെ ഒരു ഉത്തരം
ഔദ്യോഗികമായി അതിൻ്റെ ഒരു ഉത്തരം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസമാണ് വിജയ് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം തൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും വിജയുടെ മറ്റൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. പട്ടിണപ്പാക്കത്തുള്ള മറ്റൊരു വീട്ടിലേക്കായിരുന്നു വിജയ് മാറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും നേതാക്കളെ കണ്ട് നിയമോപദേശം തേടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നിയമോപദേശം ലഭിച്ചതിന് ശേഷമാണ് വിജയ് ഹൈക്കോടതിയിൽ ഒരു ഹർജി അടക്കം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹർജിയിൽ പ്രധാനമായുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് തനിക്ക് കരൂർ സന്ദർശിക്കാൻ അനുമതി നൽകണം, പോലീസോ ജില്ലാ കളക്ടറോ അതിന് എതിരെ നിൽക്കരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഹർജി ഇന്നോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിജയ് CBI അന്വേഷണം, ഈ കേസിൽ സുതാര്യത വേണം, സ്വതന്ത്ര ഏജൻസിക്ക് ഈ അന്വേഷണം കൈമാറണമെന്നാവശ്യപ്പെട്ട് ഒരു ഹർജി മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. ആ ഹർജി കഴിഞ്ഞ ദിവസം പരിഗണിച്ചിരുന്നു. അത് പിന്നീട് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ആ കേസിലടക്കം തന്നെ ഒരു വിധി വരേണ്ടതുണ്ട്. ആ സമയത്ത് ഈ കോടതി കേസ് പരിഗണിക്കുമ്പോൾ എന്താണ് പറയുക, അല്ലെങ്കിൽ വിജയ് എന്താണ് പറയുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സർക്കാർ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുക എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. കൂടാതെ തന്നെ ഈ പോലീസിനെതിരെ DMK രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. DMKക്കെതിരെ TVK രംഗത്ത് വരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിൽ TVK വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് സെന്തിൽ ബാലാജി, സ്ഥലം MLA ആയിട്ടുള്ള സെന്തിൽ ബാലാജിയും DMK പോലീസ് ഗുണ്ടകളുമാണ് ഈ ഒരു ആക്രമണത്തിൽ അല്ലെങ്കിൽ ഈ ദുരന്തത്തിന് പിന്നിലെന്നായിരുന്നു TVK വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനെല്ലാം തന്നെ കോടതിയിൽ ഒരു മറുപടി നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ ആ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു മറുപടി നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണമാണെങ്കിലും പ്രത്യേക സംഘത്തിന്റെ അന്വേഷണമാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിന് ശേഷമായിരിക്കും മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ വിജയ്ക്കെതിരെ കേസ് എടുക്കണോ എന്ന കാര്യത്തിലടക്കം ഈ ഒരു അന്വേഷണ സംഘം കേസ് അന്വേഷിച്ചതിന് ശേഷം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിജയ്ക്കെതിരെ കേസ് എടുക്കണമോ എന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനമുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാർത്തു, അതുപോലെ തന്നെ വിനയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ അടക്കം പുറത്തു വന്ന അന്വേഷണ റിപ്പോർട്ടിലടക്കം വിജയ്ക്കെതിരെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. വിജയ് മനഃപൂർവ്വം പരിപാടി വൈകിപ്പിച്ചു എന്ന തരത്തിലുള്ള ഒരു പരാമർശം അടക്കം പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് TVKയുടെ പ്രതിനിധികളെ അല്ലെങ്കിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു ഇത് വരുമ്പോൾ ഇപ്പോൾ കോടതി ഒരു ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് DMK. അതുപോലെ തന്നെ ഇനി വിജയ് കൂടി ഈ ഒരു ദുരന്തത്തിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടോ? തീർച്ചയായും വിജയ് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് വിജയിന്റെ വലം കൈയായിട്ടുള്ള ഈ നേതാക്കൾക്കെതിരെ കേസെടുത്തതും കഴിഞ്ഞ ദിവസം മതിയഴകനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ഈ മറ്റു നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് TVKയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കുക എന്നത് ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. പ്രധാനമായും ഈ ആനന്ദ് നിർമ്മല അടക്കമുള്ള നേതാക്കൾ വിജയെ സംബന്ധിച്ച് വിജയുടെ വലം കൈയാണ്. വിജയ്ക്ക് നിയമോപദേശം നൽകുന്ന ഒരാളാണ് ഈ TVK നേതാക്കളിൽ ഒരാളായി ഈ ആനന്ദ് ബോസ് അടക്കമുള്ളവർ. ഇവരെ അറസ്റ്റ് ചെയ്യലിലേക്ക് കടക്കുകയാണെങ്കിൽ അത് വിജയെ സംബന്ധിച്ചും TVKയെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും നൽകുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ TVK ഈ പരിപാടി നടത്തുമ്പോൾ അല്ലെങ്കിൽ കരൂരിൽ ഈ ഒരു പരിപാടി നടത്തുമ്പോൾ അതിന് പൂർണ്ണമായും പിന്തുണ നൽകിയതും ആ പരിപാടിക്ക് നേതൃത്വം നൽകിയതും ഈ നേതാക്കളാണ്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നതും വിജയ്ക്കെതിരെ കേസെടുക്കുന്നതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വിജയെ സംബന്ധിച്ചും TVKയെ സംബന്ധിച്ചും വലിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കും നൽകുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് എഴുതിയ FIR പുറത്തു വന്നിരുന്നു. ഈ FIRലാണ് TVKക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും വിജയ്ക്കെതിരെയായിരുന്നു വിമർശനം ഉണ്ടായിരുന്നത്. വിജയ് മനഃപൂർവ്വം ഈ പരിപാടി വൈകിപ്പിച്ചു എന്നായിരുന്നു ആ FIRൽ ഉണ്ടായിരുന്നത്. അതായത് രാവിലെ 11 മണിക്ക് പരിപാടി ഷെഡ്യൂൾ ചെയ്തതായിരുന്നു. എന്നാൽ വളരെ വൈകിയാണ് പരിപാടി തുടങ്ങിയത്. ഏകദേശം 4 മണിക്കൂറോളമാണ് ആളുകൾ ആ വെയിലത്ത് വെള്ളം പോലും കിട്ടാതെ നിന്നിട്ടുണ്ടായിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ FIRൽ രജിസ്റ്റർ ചെയ്തു.
ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിരുന്നു. അതിൽ പല ആളുകളും ഏകദേശം 25ഓളം ആളുകൾ സംഭവ സ്ഥലത്ത് തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു ചെയ്തിരുന്നത്. 11ഓളം ആളുകൾ സംഭവ സ്ഥലത്ത് തൽക്ഷണം മരിക്കുന്ന സ്ഥിതിയിലേക്ക് അടക്കം പോയിരുന്നു എന്നായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടാതെ FIR അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും സർക്കാർ ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. വിജയ്ക്കെതിരെ ആജ്ഞടിക്കാനുള്ള അല്ലെങ്കിൽ വിജയ്ക്കെതിരെ കോടതിയിൽ പറയാനുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ കോടതി കേസ് പരിഗണിക്കുമ്പോൾ വിജയുടെ കേസ് പരിഗണിക്കുമ്പോൾ വിജയ് ഇനി എന്ത് പറയും, അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ സർക്കാർ വിജയെ എതിർക്കുന്നതിന് വേണ്ടി ഇതെല്ലാം തന്നെ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത കാര്യം തന്നെയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ TVKക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ശനിയാഴ്ചകളിൽ മാത്രമാണ് വിജയ് ഇത്തരത്തിലൊരു റാലി സംഘടിപ്പിക്കുന്നതും ആളുകളെ കാണുകയും ചെയ്യുന്നതും. മറ്റു ദിവസങ്ങളിൽ വിജയ്ക്ക് എന്താണ് പ്രശ്നം എന്നടക്കമുള്ള കാര്യങ്ങൾ ഉദയനിധി സ്റ്റാലിൻ ചോദിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇപ്പോൾ കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോടതി അനുമതി നിഷേധിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പരിപാടി ഈ TVK സംഘാടകർ സംഘടിപ്പിച്ചതെന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഏകദേശം 10,000-ഓളം ആളുകൾക്ക് മാത്രം തിങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അവിടെ ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്നു. ഈ 2 ലക്ഷത്തോളം ആളുകളിൽ 41ഓളം ആളുകളാണ് ഇതുവരെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും 7ഓളം ആളുകൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദുരന്തം വരുത്തിവെച്ചത് വിജയ് തന്നെയാണ്. 4 മണിക്കൂറോളം ഈ പരിപാടി വൈകിപ്പിച്ചത് അത്രത്തോളം ആളുകളുടെ പ്രാതിനിധ്യം ഈ പരിപാടിയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഈ DMK അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ പരിപാടി വൈകും തോറും ആളുകൾ വീണ്ടും വിജയെ കാണാൻ വരുന്നു. തമിഴ്നാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആരാധനകളിൽ ഏറ്റവും വിശ്വസിക്കുന്ന ആളുകളാണ്. കൂടാതെ തന്നെ ഈ വിജയ് എന്ന് പറയുന്നത് ഒരു പാർട്ടി നേതാവിനപ്പുറം ഒരു നടനാണ്. അതും തമിഴകത്തിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരു നടനാണ്. ഈ നടനെ കാണുന്നതിന് വേണ്ടിയാണ് പകുതിയോളം ആളുകളും ആ പരിപാടി പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം ഒരു പരിപാടി വൈകിപ്പിക്കുമ്പോൾ ആളുകളുടെ സാന്നിധ്യം കൂടും, ആളുകൾ കൂടുതൽ വരും എന്നൊരു കാര്യം വിജയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് വിജയ് ഈ പരിപാടി മനഃപൂർവ്വം വൈകിപ്പിച്ചതെന്നായിരുന്നു FIR-ൽ അടക്കം പോലീസ് വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. DMKയും ഇതേ ആരോപണം തന്നെയായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. വിജയ്ക്കെതിരെ ഈ ഒരു ആരോപണം തന്നെയായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയിലാണ് ഈ കേസുകൾ ഉള്ളത്. കൂടാതെ തന്നെ വിജയ് സമർപ്പിച്ച ഹർജിയാണെങ്കിൽ മദ്രാസ് ഹൈക്കോടതിയിൽ തന്നെയാണുള്ളത്. ഇതെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ ഇനി അടുത്തത് എന്താണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ അടക്കം കരൂർ ദുരന്ത സ്ഥലം സന്ദർശിച്ചു. കൂടാതെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ ദുരന്തത്തിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുള്ള ദിവസമാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ TVK ജില്ലാ സെക്രട്ടറി മതിയഴകനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ NDA സംഘം അടക്കമുള്ളവർ ഇന്ന് ദുരന്തമുഖം സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. ഹേമമാലിനിയുടെ നേതൃത്വത്തിലുള്ള MP മാർ അടക്കം ഇന്ന് കരൂർ സന്ദർശിക്കും. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.